നമസ്കാരം. സ്പീക്കർ ഫോൺ തന്ത്രത്തിൽ സുധാകരൻ വീണു. ദീപാദാസ് കെ സുധാകരനെ വരിഞ്ഞു മുറുക്കി. നമ്മൾ ഈ സുധാകര വിഷയം, കോൺഗ്രസ് വിഷയമൊക്കെ അടഞ്ഞ അധ്യായമാണ്. പക്ഷെ അത് എങ്ങനെയാണ് ഒരാളെ വരുതിയിലാക്കാൻ കഴിയുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതല്ലേ. ചിലപ്പോൾ കഴിഞ്ഞ 48 മണിക്കൂറുകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരേ ഒരു പേര് മാത്രമേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പുറത്തുവിട്ടുള്ളൂ. അത് കെ സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള. കണ്ണൂർ കിട്ടാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച സുധാകരൻ പാർട്ടി വിടാൻ പോകുന്നു, BJP-യിലേക്ക് പോകുന്നു, സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മിനിറ്റിന് ബ്രേക്കിംഗ് ന്യൂസായി നൽകിയ നമ്മുടെ മാധ്യമ സിംഹങ്ങൾക്ക് അവസാനം അടിതെറ്റി. സുധാകരൻ പറഞ്ഞു, പാർട്ടിയാണ് വലുത്, പാർട്ടിക്കൊപ്പം നിൽക്കും, ഞാൻ പാർട്ടിക്കാരനാണ്. അതോടുകൂടി ഈ 48 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത റേറ്റിംഗ് ഒക്കെ തകർന്നു വീണു ഈ മാധ്യമ സിംഹങ്ങളുടേത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, എങ്ങനെയാണ് ഈ ഹൈക്കമാൻഡ് സുധാകരനെ പൂട്ടിയത് എന്നുള്ളതാണ്. അതിബുദ്ധിപരമായിട്ട് നീക്കത്തില്ലേ. ദീപാദാസ് മുൻഷി സുധാകരനെ ഒപ്പമിരുത്തി വാർഡ് പ്രസിഡന്റുമാരെ അടക്കം വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചു. അപ്പോഴാണ് കൂടെയുണ്ടെന്ന് കരുതിയ 70-50 പേരും സുധാകരനെ തള്ളിപ്പറയുന്നത് സ്വന്തം ചെവിയാലെ കേൾക്കേണ്ടി വന്നു. സ്വന്തം തട്ടകത്തിൽ ആളില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പത്തി മടക്കി തിരികെ പോരാൻ സുധാകരൻ തയ്യാറെടുപ്പ് നടത്തി. ഡൽഹിയിലെ ആ സ്പീക്കർ ഫോൺ തന്ത്രം വല്ലാതെ ഞെട്ടിച്ചത് സുധാകരന് മാത്രമാണ്. കോൺഗ്രസിന്റെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് കെ സുധാകരൻ പുറത്തായതിന് പിന്നിൽ നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. AICCയുടെ നിരീക്ഷക ദീപാദാസ് മുൻഷി സുധാകരനുമായിട്ട് നടത്തിയ ചർച്ചയാണ് വഴിത്തിരിവായി മാറിയതെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ മണ്ഡലത്തിലെ 3-1 വാർഡ് കമ്മിറ്റികൾ സുധാകരനൊപ്പം ഉണ്ടെങ്കിൽ സീറ്റ് നൽകാമെന്നായിരുന്നു മുൻഷിയുടെ വാഗ്ദാനം. ഇതേ തുടർന്ന് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെ വാർഡ് കമ്മിറ്റികളിലേക്ക് നേരിട്ട് വിളിച്ചു. എന്നാൽ ആകെ വിളിച്ച 70 വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരിൽ 50 പേരും സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്നതിനെ ശക്തമായിട്ട് എതിർത്തു. ഇതിന് പിന്നാലെയാണ് സുധാകരൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായത് എന്നാണ് വിവരം. തന്റെ കൂടെ ആളുകളില്ല എന്ന യാഥാർത്ഥ്യം സുധാകരൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത് എന്നും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിലാണ് AICCയുടെ നിരീക്ഷക ദീപാദാസ് മുൻഷി സുധാകരനെ വിളിച്ച് ഉപാധി മുന്നോട്ട് വയ്ക്കുന്നത്. കണ്ണൂർ മണ്ഡലത്തിലെ വാർഡ് കമ്മിറ്റികളിൽ ഭൂരിഭാഗവും സുധാകരനെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ സീറ്റ് നൽകാമെന്നുള്ള ഒരു ധാരണ പുറത്ത്. സുധാകരനെ ഒപ്പം ഇരുത്തിക്കൊണ്ട് ദീപാദാസ് മുൻഷി കണ്ണൂരിലെ വാർഡ് പ്രസിഡന്റുമാരെ ഓരോരുത്തരെയായി ഫോണിൽ വിളിക്കാൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഫോൺ കോളുകൾ സ്വീകരിച്ച വാർഡ് പ്രസിഡന്റുമാർ അറിഞ്ഞിരുന്നില്ല തങ്ങൾ സംസാരിക്കുന്നത് സുധാകരൻ കേൾക്കുന്നുണ്ട് എന്ന്. വിളിച്ച 70 വാർഡ് കമ്മിറ്റികളിൽ 50 പേരും സുധാകരൻ മത്സരിക്കുന്നതിനെ ശക്തമായി എതിർത്തു. തന്റെ വിശ്വസ്തർ എന്ന് കരുതിയവർ പോലും തനിക്കെതിരെ സംസാരിക്കുന്നത് നേരിട്ട് കേട്ടതോടെയാണ് സുധാകരൻ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് എന്നുള്ളത്. സ്വന്തം മണ്ഡലത്തിലെ അടിത്തട്ടിലുള്ള പ്രവർത്തകർ പോലും കൂടെയില്ല എന്ന് വ്യക്തമായതോടെ സുധാകരൻ പത്തി മടക്കാൻ നിർബന്ധിതനായി. ഇതിനെ തുടർന്നാണ് അദ്ദേഹം സ്വമേധയാ മത്സര രംഗത്ത് നിന്ന് മാറിയതും വളരെ ശാന്തനായി പാർട്ടിയെ തള്ളിപ്പറയാതെ ഡൽഹിയിൽ നിന്ന് മടങ്ങിയതുമെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ല എന്ന് വ്യക്തമായതിന് പിന്നാലെ സ്വതന്ത്രനായി മത്സരിക്കാനില്ലെന്ന് മാധ്യമങ്ങളോട് വളരെ ശാന്തനായിട്ടാണ് കെ സുധാകരൻ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പാർട്ടിക്ക് വിധേയനായി നിൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തിലായിരുന്നല്ലോ സുധാകരൻ. ഇതിനായിട്ട് കടുത്ത സമ്മർദ്ദമുയർത്തി നിൽക്കുകയായിരുന്നു അദ്ദേഹം. 100-ൽ 110% കണ്ണൂരിന്റെ സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ് എന്ന് 3 വട്ടം പ്രഖ്യാപിച്ച് ഡൽഹിയിലേക്ക് പോയ സുധാകരൻ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് മടങ്ങിയെത്തി. എന്നാൽ MP-മാരെ ആരെയും തന്നെ പരിഗണിക്കേണ്ട എന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിന്ന സാഹചര്യത്തിലാണ് സുധാകരന് സീറ്റില്ലാതായി പോയത്. പക്ഷെ അപ്പോഴും സമ്മർദ്ദവുമായിട്ട് നിന്ന സുധാകരന്റെ വിലപേശലിന് വഴങ്ങേണ്ടതില്ല എന്ന് പാർട്ടി ഒരു തീരുമാനമെടുത്തു. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ സാധ്യതകളെല്ലാം അടഞ്ഞു. പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി തുടരുമെന്ന് വ്യക്തമാക്കുന്നത്. പാർട്ടിയിൽ തുടരാൻ തന്നെയാണ് തീരുമാനമെന്നും പുതിയ കാര്യങ്ങളുമായിട്ട് പാർട്ടിക്ക് വേണ്ടി മുന്നോട്ട് പോകുമെന്നും പാർട്ടിയിൽ തുടരാതെ താൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ചോദ്യമാണ് മാധ്യമപ്രവർത്തകരോട് അതിനുശേഷം സുധാകരൻ പറഞ്ഞത്. പക്ഷേ അതല്ലായിരുന്നുവെങ്കിലുള്ള സ്ഥിതി മറ്റൊന്നായത്. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്നതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. സ്വതന്ത്രനായി മത്സരിക്കില്ല എന്നും പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നുമാണ് സുധാകരൻ പറഞ്ഞു വെച്ചത്. പാർട്ടിയെ വെല്ലുവിളിക്കുവാനൊന്നും ഞാനില്ല എന്നും എന്റെ അനുയായികൾ മറ്റു മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്കായിട്ട് പ്രവർത്തിക്കുമെന്നും പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടിക്ക് വിധേയനായി നിൽക്കാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ ഡൽഹിയിൽ നിന്ന്
കണ്ണൂരിലെത്തിയതും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിയതും. ഇവിടെ സത്യത്തിൽ ചതിച്ചതും ഒപ്പം തന്നെ തന്ത്രമുണ്ടാക്കിയതുമൊക്കെ കോൺഗ്രസിന്റെ ദീപാദാസ് മുൻഷിയാണ്. അല്ലെങ്കിൽ സ്പീക്കർ ഫോൺ തന്ത്രത്തിൽ കുരുങ്ങിപ്പോയത് സുധാകരനാണ്. ദീപദാസാണ് കെ സുധാകരനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി സമ്മർദ്ദത്തിലാക്കി ഡൽഹിയിൽ നിന്നും കണ്ണൂരിലേക്ക് പറഞ്ഞു വിട്ടത്.